ശേഷം ഞാൻ എന്നെ ടിനിയാണ് ഒരു ദിവസം വിളിച്ചിട്ട് മോനെ അഭിനയിപ്പിക്കുമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം, എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും ഗുരുനാഥ സ്ഥാനത്തുള്ള മുകേഷ് തെപ്പുണിത്തറ പ്രശ്നം കണ്ടുള്ള എന്നെ വിളിച്ചു. ടിനി പറഞ്ഞില്ല ഒരു കാര്യമുണ്ട്, മോനെ സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയില്ല. അവിടെ വന്നു അവൻ്റെ അമ്മയോടോ അവനോടോ ചോദിക്കുക, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ വീട്ടിൽ വന്ന് അമ്മയോടും മോനോടുമാണ് പ്രിയ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി വന്ന് കഥയൊക്കെ പറയുന്നത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച മുമ്പാണ് മുകേഷിനെ വീണ്ടും വിളിക്കുന്നത്, ഇങ്ങനെ സിനിമയുടെ പൂജയാണെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ഈ സിനിമ വീണ്ടും തുടങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത്. ഏതായാലും എന്റെ മോൻ അഭിനയിക്കുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയത് ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോൻ ഈ സിനിമയിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. കാര്യം ഇന്നസെന്റ് ഏട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ്. ഇന്നസെന്റ് ഏട്ടൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൊച്ചുമക്കളെ പറ്റി, അവരുടെ കുസൃതികളെ പറ്റിയാണ്. അപ്പോൾ ടിനി പറഞ്ഞ പോലെ ആ അച്ഛന്റെ വല്യച്ഛന്റെ കഴിവുകളുമായി മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു ഇന്നസെന്റ്. അവന് മലയാള സിനിമയിലായിട്ട് ഒരു വലിയ സ്വാഗതം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. പോരാതെ പ്രിയ സുഹൃത്ത് ടിനിയുടെ മോൾ, അതുപോലെ പ്രിയ സുഹൃത്തിന്റെ മോൾ, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സന്നദ്ധനായ, അതിങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാരമ്പര്യം. എൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു സിനിമ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊന്ന് പേടിക്കും. കാര്യം ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ്. ആ തൃക്കൂക്കാരൻ ഫിലിംസിനെ ഞങ്ങൾ മലയാള സിനിമയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വേറെ കൊണ്ടല്ല, അദ്ദേഹം ഇവിടെ പറഞ്ഞു ഈ സിനിമയുടെ പിന്നിൽ ഒരു വലിയൊരു നന്മ, അദ്ദേഹത്തെ പറ്റി ഞാൻ ഇവിടെ വന്നപ്പോൾ കുറെ കേട്ടു. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ അത്ര കാര്യമായിട്ട് പരിചയപ്പെട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന സൽപ്രവർത്തികളെ പറ്റി നമ്മളെല്ലാം കേട്ടു. ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി അതിന്റെ ലാഭവിഹിതം മുടക്കുമെന്ന് ധൈര്യസമേതം പറഞ്ഞ അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സിനിമ കൊണ്ട് ഉണ്ടാകട്ടെ. ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും എന്റെ പൂർണ്ണ പിന്തുണ, മകൻ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമല്ല എല്ലാ പൂർണ്ണ പിന്തുണയും ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു.